നമ്മൾ കഴിഞ്ഞുപോയ ആഴ്ചകളിലൂടെ ഒന്ന് പോകുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് ഒന്നാമതായി നമ്മൾ കണ്ടത്. രണ്ടാമത് ആ ദൈവരാജ്യം സ്നേഹിക്കുന്ന പിതാവ് ഉള്ള ഇടമാണ്. വ്യക്തിപരമായി നമ്മൾ ആയിരിക്കുന്ന വിധം ദൈവം നമ്മെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെക്കണം. അതിന് കഴിയാതെ പോകുന്നത് മനുഷ്യവർഗത്തിന്റെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപാവസ്ഥ മൂലമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് ഉയർത്ത മഹത്വീകരിക്കപ്പെട്ട് അവൻ പാവകടങ്ങൾ വീഴ്ത്തി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. ഈ രക്ഷ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനിലേക്കാണ് പോയത്. ഒന്ന് വിശ്വാസ പ്രത്യുത്തരമാണ്. അത് നമ്മുടെ വിശുദ്ധ കുമ്പസാരക്കൂടുമായുള്ള ബന്ധമാണ്. ആ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം എന്നതിൽ മാനസാന്തരം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദൈവം സൗജന്യമായി നമുക്ക് രക്ഷ നേടിത്തന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും ഉത്ഥാനവും വഴി നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലും ആ രക്ഷ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം വേണം. മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നുള്ള, പാപത്തിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമല്ല മാനസാന്തരം എന്ന് പറയുന്നത്. അത് സമ്പൂർണമായ സമർപ്പണമാണ്. യേശുക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുകയും നമുക്ക് നേടിത്തരുകയും ചെയ്ത രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ അവനിൽ വിശ്വസിച്ച്, പാവങ്ങളെ കുറിച്ച് അനുതപിച്ച്, മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റു പറയണം. അപ്പൊ ഈ ഏറ്റുപറച്ചിലിൽ മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്ന് രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്രയാണ് മാനസാന്തരം. എന്താണ്? ദൈവത്തിന്റെ കൈപിടിച്ച് ദൈവത്തോടൊപ്പം പറുദീസായിൽ ഉലാത്തിയിരുന്ന ദൈവജനം, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ പാപത്തിന്റെ വഴികളിൽ പെട്ടുപോയിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതായത് ദൈവമാണ്, യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ രാജാവ്, എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നവൻ എന്ന തിരിച്ചറിവും ബോധ്യവും അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്ഷകനായി, കർത്താവായി, മിശിഹായായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അനുദപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും തനിക്കുള്ള സകലത്തിനെയും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് വരെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിച്ചു, എൻ്റെ താല്പര്യമനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടവും താല്പര്യവും അപ്പുറം ദൈവത്തിന്റെ ഇഷ്ടവും താല്പര്യത്തിനും എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ്. മദ്യപാനിയായ ഞാൻ മാനസാന്തരപ്പെടുന്നത് എപ്പോഴാണ്? മദ്യപാനം എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ശരീരം ദേവാലയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം വസിക്കുന്ന ഇടമായ എൻ്റെ ശരീരത്തിൽ അത് ചെയ്യാൻ പാടില്ലെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുകയാണ്. അതാണ് ആരംഭം. പക്ഷെ അതുകൊണ്ട് മാനസാന്തരം പൂർണ്ണമാകുന്നില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞ് മദ്യപാനം നിർത്തിയ ഒരാൾ അടുത്ത ലെവലിൽ മനസ്സിലാക്കുകയാണ്, തന്നോടൊപ്പം മദ്യപിച്ചിരുന്ന താൻ കാരണം മദ്യപാനത്തിലേക്ക് വന്ന ഒരുപാട് ആളുകൾ തന്റെ ചുറ്റുമുണ്ട്. അവരുടെ ശരീരവും ദേവാലയമാണ്. അവരെയും ഈ തെറ്റിൽ നിന്ന് ഞാൻ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് വചനങ്ങൾ പങ്കുവെച്ച് ഈ മദ്യപാനത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്നതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അത് മാനസാന്തരത്തിന്റെ അടുത്തൊരു വളർച്ചയാണ്. അവിടെയും തീരുന്നില്ല. അത് കഴിയുമ്പോഴാണ് എൻ്റെ ചുറ്റുപാടും, പഞ്ചായത്തിൽ ഞാൻ അറിയുന്ന ജീവിക്കുന്ന ചുറ്റുപാടും ധാരാളം മനുഷ്യര്, ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മനുഷ്യര് ഈ മദ്യപാന ആസക്തിയിൽ പെട്ട് കിടപ്പുണ്ട്. അവരോടും എൻ്റെ സഹോദരങ്ങളാണ്. അവരുടെ ശരീരവും ദേവാലയമാണ്. ഒരിക്കലും അവരും ഇത്തരത്തിൽ മോശമായി പോകാൻ പാടില്ല എന്ന തിരിച്ചറിവോടെ അവരെ ഞാൻ ആ മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് മാനസാന്തരത്തിന്റെ അടിപടിയാണ്, അടുത്ത പടിയാണ്. അങ്ങനെ
ഈ ലോകത്തിലുള്ള അവസാന മദ്യപാനിയും മാനസാന്തരപ്പെടുന്നത് വരെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എന്റെ ജീവിതത്തെയാണ് മാനസാന്തര ജീവിതം എന്ന് വിളിക്കുന്നത്. യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുകയാണ്. അത് നമ്മള് സഖേവൂസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. സഖേവൂസ് എന്ത് സംഭവിച്ചു? ഒരു ക്രിസ്തുവിൽ നവമായ പുതിയ സൃഷ്ടിയായി മാറി. അവൻ പഴയത് കടന്നുപോയി. ആസക്തികളാൽ ലോകത്തിന്റെ സമ്പത്ത് വാരിക്കൂട്ടിയിരുന്നവൻ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂന്നിരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന വിധത്തിലേക്ക് ആ സഖേവൂസ് മാറ്റപ്പെടുകയാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സഖേവൂസ് മാറ്റപ്പെടുകയാണ്. അപ്പൊ മാനസാന്തരത്തിന് ഇത്ര വിശാലമായ വ്യാപ്തി ഉണ്ടെന്ന് തിരിച്ചറിയണം. പരിപൂർണമായ സമ്പൂർണമായ സമർപ്പണമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. റോമ 8:1 നാം വായിക്കുന്നുണ്ട്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരുന്നു ഇരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിൽ ജീവിതത്തെ പുതുക്കി പണിതുയർത്തുക, ക്രിസ്തുവിന്റെ മനോഭാവം അനുസരിച്ച് ജീവിക്കുക, ക്രിസ്തു കാണുന്ന കണ്ണുകളോടെ കാണാനായിട്ട് കഴിയുക, ക്രിസ്തു കേൾക്കുന്ന കാതുകളോടെ മറ്റുള്ളവരെ കേൾക്കുക, ക്രിസ്തു സ്പർശിക്കുന്ന സ്പർശനത്തോടെ മറ്റുള്ളവരെ സ്പർശിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോൾ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. സഖേവൂസ് പറഞ്ഞു പോയ കാര്യമാണ്. സഖേവൂസ് സമ്പൂർണമായ ഒരു സമർപ്പണം നടത്തി. യേശുവിന്റെ അടുത്ത് വന്ന പാപിനിയായ സ്ത്രീ എന്ത് ചെയ്തു? തനിക്കുണ്ടായിരുന്ന ഒരു വർഷത്തെ, പഠിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതർ പറയുന്ന ഒരു വർഷത്തെ അവളുടെ അധ്വാനത്തിന് പണം കൊണ്ട് വാങ്ങിയ വളരെ ശ്രേഷ്ഠമായ വിശേഷമായ പറഞ്ഞ ഏഷ്യൻ വൻകരയിൽ നിന്ന് കൊണ്ടുപോയ നാർദീൻ തൈലം അവൾ യേശുവിന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്, കാൽക്കൽ ഒഴിക്കുകയാണ്. അവളെ പ്രധാനപ്പെട്ടതായി കരുതിയിരുന്ന മുടി കൊണ്ട് തുടയ്ക്കുകയാണ്. അപ്പൊ സമ്പൂർണമായ ഒരു സമർപ്പണം അവൾ അവിടെ നിർവഹിക്കുകയാണ്. പാപത്തിന്റെ വഴികളിലൂടെ കടന്നുപോയവൾ എന്ത് ചെയ്യുന്നു? പരിപൂർണമായി ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, യേശുവിന്റെ കൂടെ ജീവിച്ച ശിഷ്യന്മാർ, യേശുവിന്റെ ഉത്ഥാനാനന്തരം അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക്, ദൈവ സാന്നിധ്യമുള്ള ഇടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ആ പോകുന്ന വഴിക്ക് യേശുക്രിസ്തു അവരുടെ കൂടെ കൂടുകയാണ്. അവർ ആരെക്കുറിച്ച് സംസാരിച്ചോ അവനാണ് അവരുടെ കൂടെ നടക്കുന്നത്. പക്ഷേ അവർ തങ്ങളെത്തിയ ഗ്രാമത്തിലെത്തിയപ്പോൾ അവരുടെ വീട്ടിൽ കയറി യേശുവിനെ തങ്ങളോടൊപ്പം താമസിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ വീട്ടുകാരായ അവർ അതിഥിയായി യേശുവിനെ ക്ഷണിക്കുന്നു. അതിഥിയായി കടന്നു വന്നവൻ ആതിഥേയനാവുകയാണ്. അവൻ അപ്പമെടുത്ത് മുറിച്ച് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അത് ഭക്ഷിച്ചപ്പോൾ, മുറിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാനില്ല. അത് ഭക്ഷിച്ചപ്പോൾ അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്, തിരിച്ചു നടക്കുകയാണ് ദൈവ സാന്നിധ്യമുള്ളിടത്തിലേക്ക്. അപ്പം വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് പോയവൻ വീണ്ടും വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയി. ഒന്നും കിട്ടിയില്ല. അവിടെ അപരിചിതനായ ഒരാൾ, യേശുക്രിസ്തു ആണെന്ന് അവർക്ക് വലിയ ബോധമൊന്നുമില്ല, ആ വാക്ക് കേട്ട് വല എറിയുന്നു. വല നിറയെ മീൻ കിട്ടുന്നു. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അത് യേശുക്രിസ്തുവാണ്. തിരിച്ചറിയുകയാണ്. സമ്പൂർണമായി അവർ വീണ്ടും തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പം നിരന്തരമായ ഒരു സമർപ്പണത്തിന്റെ ആഴം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. തോമസിന്റെ സംശയം, യേശു കടന്നു വന്നപ്പോൾ ഇല്ലാതിരുന്ന ശിഷ്യനാണ്. പക്ഷെ അപ്പസ്തലൻ പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ, ആണിപ്പാടുള്ള കൈകളിൽ എന്റെ വിരലിടുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, തോമസേ വരിക. പോയി കൈയിട്ടില്ലായിരിക്കാം, പക്ഷെ തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതൊരു സമ്പൂർണമായ സമർപ്പണമായിരുന്നു. ദേശങ്ങൾ വിട്ട് ഭാഷകൾ അറിയാത്തിടത്തേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. സൗൾ, ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ പീഡിപ്പിച്ചവൻ, സമ്പൂർണമായി തിരിഞ്ഞു. എങ്ങനെ? അവൻ പറഞ്ഞു, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു.
അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ വധിക്കാൻ, കൊല്ലാൻ കൂട്ടുനിന്നവൻ, അതിന് നേതൃത്വം എടുത്തവൻ പറഞ്ഞു, ആർക്കാണ് എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുക? ക്ലേശമോ, ദുരിതമോ, നഗ്നതയോ, അറിവോ, കഴിവോ, ആപത്തോ, വാളോ, ഇപ്പോഴുള്ളവയ്ക്ക് ഒന്നിനും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം വലിയൊരു മാനസാന്തരം ഉണ്ടാവുകയാണ്. ഞാനൊരു കഥ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. രത്നവ്യാപാരിയുടെ കഥയാണ്. നമ്മൾ ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. കൂടുതൽ നിക്ഷേപമുള്ള സ്ഥലം കണ്ടെത്തിയ ഒരു വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ ഇച്ചിരി പറമ്പ് വാങ്ങി. കാരണം അത് കൂടുതൽ ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു വിശേഷമായ, വളരെ പ്രധാനപ്പെട്ട ഒരു രത്നം അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരാൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങാനായിട്ടുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം അന്വേഷിച്ച് യാത്രയായി. അദ്ദേഹം അന്വേഷിച്ചു പോയി. അദ്ദേഹം കണ്ടെത്തി. ആ രത്നവ്യാപാരിയോട് പറഞ്ഞു, എനിക്കിത് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കയ്യിലുള്ളതെല്ലാം തന്നാലൊന്നും ഇത് തരാനാവില്ല, ഇതിന് ഭയങ്കര വിലയാണ്, ഭയങ്കര മൂല്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്കുള്ളതെല്ലാം തരാം. അപ്പൊ രത്നവ്യാപാരി പറഞ്ഞു, താങ്കൾക്കുള്ളതെല്ലാം താങ്കൾ എനിക്ക് തന്നാൽ ഞാനിത് തരാം. അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിനുള്ളതെല്ലാം വിറ്റുപെറുക്കിയ പണവുമായി അദ്ദേഹം തിരിച്ച് രത്നവ്യാപാരിയുടെ അടുത്തെത്തി. അദ്ദേഹം എല്ലാ രക്തവ്യാപാരിക്ക് കൊടുത്തു. എന്നിട്ട് ആ രക്തം വാങ്ങുകയാണ്. അപ്പൊ രക്തവ്യാപാരി ഈ രക്തം കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാം തന്നോ? അപ്പം രക്തവ്യാപാരി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എല്ലാം തന്നു. അപ്പൊ രക്തവ്യാപാരി പറഞ്ഞു, ഇല്ലല്ലോ, താങ്കളുടെ കയ്യിലോ പോക്കറ്റിൽ ഒരു 1000 രൂപ കിടപ്പുണ്ടല്ലോ, കാണാലോ പുറത്ത്, നല്ല ഷർട്ടൊക്കെ ഇട്ടതായിരിക്കും പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇത് എന്റെ വണ്ടിക്ക് തിരിച്ച് എന്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റിവെച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വണ്ടിയുണ്ടോ? രക്തവ്യാപാരി ഓർമ്മപ്പെടുത്തി, എല്ലാം തരണമെന്ന് പറഞ്ഞാല് വണ്ടിയും കൂടെ എനിക്ക് തരണമെന്ന് തന്നെയല്ലേ അർത്ഥം. അപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത്, ദൈവമേ, ഇതും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ, വണ്ടി തന്നാൽ ഞാൻ എങ്ങനെയാണ് എന്റെ വീട്ടിലെത്തുക? അപ്പം ആ രത്നം സ്വന്തമായിട്ടുണ്ടായിരുന്ന വ്യാപാരി പറഞ്ഞു, വീടുണ്ടോ? വീടും എനിക്ക് തരണ്ടേ? എല്ലാം തരണമെന്ന് പറഞ്ഞാൽ വീടും എനിക്കുള്ളതല്ലേ? അപ്പൊ ഉടനെ ഈ രക്തം വാങ്ങാൻ വന്ന ആള് ചോദിച്ചു, വീട് തന്നാൽ എന്റെ ഭാര്യയും മക്കളെയും ഒക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും? രത്നവ്യാപാരി പറഞ്ഞു, അത് ശരി, ഭാര്യയും മക്കളും ഉണ്ടോ? എല്ലാം തരണമെന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയും തരണമെന്നതും കൂടി ഇല്ലേ? അവസാനം ഇദ്ദേഹം എല്ലാം ഈ രക്തവ്യാപാരിക്ക് കൊടുക്കുകയാണ്. ഈ രക്തം അത്രയും വിലയേറിയതായതുകൊണ്ട്. ഇതെല്ലാം വാങ്ങിയിട്ട് രക്തവ്യാപാരി ഈ രക്തം കൊടുത്ത കൂട്ടത്തിൽ ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റേതാണെന്ന് ഓർക്കണം. ഈ വീടും വാഹനവും താങ്കളുടെ ഭാര്യയും മക്കളും എല്ലാം എന്റേതാണ്, ഞാൻ താങ്കൾക്ക് തരികയാണ്. ഇദ്ദേഹം തിരിച്ച് യാത്രയാവുകയാണ്. യാത്രയാവുന്ന വഴിക്ക് വണ്ടി കേടായി. ഇദ്ദേഹം എന്ത് ചെയ്യണം? രത്നവ്യാപാരിയെ വിളിച്ചാൽ മതി. കാരണം ആ വണ്ടി ആരുടേതാണ്? രത്നവ്യാപാരിയുടേതാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ. ഇദ്ദേഹം ആരോടാണ് ചോദിക്കേണ്ടത്? രത്നവ്യാപാരിയുടെയാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സ്വത്താണ്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണമായി സമർപ്പണം എന്ന് പറയുന്നത് ഓരോ ദിനവും നമ്മൾ വളരുന്നതാണ്. പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ പിന്നെ എല്ലാം നോക്കേണ്ടത് നമ്മുടെ ദൈവമാണ്, കർത്താവാണ്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, നിങ്ങൾ തിരിച്ചറിയണം എന്ന വചനത്തിന്റെ ആഴം അതാണ്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണമായി നിങ്ങൾ ഈ ഒരാഴ്ച കാലം നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ അടയാളമായി നമുക്കുള്ള അച്ഛൻ ജോഷേച്ചൻ ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മുടെ നെഗറ്റീവ് ഒക്കെ ഒന്ന് കണ്ടെത്തണം, നമ്മുടെ പോസിറ്റീവ് എല്ലാം കണ്ടെത്തണം. ഇത് മുഴുവനായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. എനിക്ക് ഇന്ന നന്മകളുണ്ട്, ഇന്ന കഴിവുകളുണ്ട്, ഇന്ന അനുഗ്രഹങ്ങളുണ്ട്, ഇതെല്ലാം എന്റേതാണ്, എനിക്കുള്ളത്, എന്റെ ധന്യതകൾ, എനിക്കുള്ള അനുഗ്രഹങ്ങൾ, എനിക്ക് എന്റെ ജീവിതം, എന്റെ ജീവൻ, എനിക്ക് എന്തെങ്കിലും താലന്തുകളുണ്ട്, എന്തെങ്കിലും വസ്തുവാണ്, ഇതെല്ലാം എന്റെ പോസിറ്റീവായിട്ടുള്ള സൈഡാണ്. എന്റെ നെഗറ്റീവ് എങ്ങനെയുണ്ട്? എന്റെ പാവാവസ്ഥയാണ്, നിരന്തരം എന്നെ കുറ്റപ്പെടുത്തുന്ന, പരാതി പറയുന്ന, പരിഭവം പറയുന്ന, ഇങ്ങനത്തെ ധാരാളം നെഗറ്റീവായ കാര്യങ്ങളുണ്ട് എന്റെ വിചാരങ്ങളിൽ, താല്പര്യങ്ങളിൽ, സ്വപ്നങ്ങളിൽ. ഇതെല്ലാം സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് സമ്പൂർണമായ സമർപ്പണം.
വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത് മരണം വരെ വളരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം അനുസരിച്ചുള്ള മടങ്ങിവരവ്. ദൈവം എന്റെ പിതാവും ഞാൻ അവിടുത്തെ പുത്രനുമാണ്. അതുകൊണ്ട് അവിടുത്തെ ഹിതമനുസരിച്ച് അവിടുന്ന് പറയുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കണം എന്നതാണ് ദൈവഹിതമനുസരിച്ചുള്ള എൻ്റെ ജീവിതം. അതിനെതിരായി വന്നതെല്ലാം ഞാൻ ഏറ്റുപറയുന്നതാണ് എൻ്റെ പാപം, പശ്ചാത്താപം. അങ്ങനെ സമ്പൂർണമായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നതാണ്. വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ സമർപ്പിക്കുന്നു. എനിക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കുന്നു. അവന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിലേക്ക് ആഴപ്പെടുന്നതിൽ നാം പരിശ്രമിക്കണം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വിശ്വാസത്തിന്റെ ആഴം അത് സമ്പൂർണമായ സമർപ്പണത്തിന്റെ ആഴമാണ്. ഇനിയും നാം ഏറെ സമർപ്പിക്കാനുണ്ട്. ഇനി എന്തേലും സമർപ്പിക്കാനുണ്ടല്ലേ? നമ്മൾ ചോദിക്കും, വീട്ടിലുള്ള താങ്കളുടെ ഭാര്യ എന്തെടുക്കുന്നു? എന്റെ ഭാര്യയ്ക്ക് നടുവേദനയാണ്. താങ്കൾക്ക് എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ട്. താങ്കൾക്ക് വീട്ടിൽ പശുവുണ്ടോ? എനിക്ക് 2 പശുവുണ്ട്. എല്ലാം എന്റേതാണ്. എന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ്, എന്റെ പശുവാണ്, എന്റെ വസ്തുവകകളാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു ബസ്സിൽ കയറിയാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ബസ് നിർത്തിയപ്പോ കാപ്പ് കുടിക്കാൻ ഇറങ്ങിപ്പോയി. തിരിച്ചു വരുമ്പോ അവിടെ വേറൊരാൾ കയറിയിരുന്നു. നമ്മളെന്ത് പറയും? എന്റെ സീറ്റിൽ എന്തിനാണ് താങ്കൾ ഇരുന്നെന്ന് ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടതാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന നാം ഒന്നുമില്ലാതെയാണ് ഇവിടെ വന്നത്. സ്വർഗത്തിലേക്ക് നാം ഒന്നുമില്ലാതെ തിരിച്ചു പോവുകയാണ്. പക്ഷെ എത്രയോ ഏറെ ഭാണ്ഡക്കെട്ടുകളാണ്, എത്രയോ ഏറെ വസ്തുവകകളാണ് അത് പോസിറ്റീവായും നെഗറ്റീവായും നാം കൈ കരുതിയിരിക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കളയുകയാണ് സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത്. ഒന്നും എൻ്റെ കയ്യിൽ സ്വന്തമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന വിധം ലളിതമായ ഒരു ജീവിതത്തിലേക്കുള്ള വളർച്ചയാണ്. യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ യേശുക്രിസ്തുവിൽ ജീവിക്കാൻ നമ്മെ ഈ സമ്പൂർണമായ സമർപ്പണം സഹായിക്കും. ഇത് നിരന്തരമായി സമർപ്പണത്തിന് വളരാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.